നമ്മൾ 4th മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് 4.1 നോക്കാം. ഇതിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൂടാതെ യൂണിയൻ ടെറിട്ടറീസിനെ കുറിച്ച് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ ഈ മോഡ്യൂൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഇതിന് മുമ്പത്തെ തേർഡ് മോഡ്യൂളായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം സിമിലർ ടോപ്പിക്കാണ്. തേർഡ് മോഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ യൂണിയൻ എക്സിക്യൂട്ടീവ് ആയിരുന്നെങ്കിൽ ഇവിടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്സിനെ കുറിച്ച് പറയുന്നു. പിന്നെ സെക്കൻഡ് പാർട്ടിൽ ദ പാർലമെൻറ്റ്, അതായത് യൂണിയൻ ലെജിസ്ലേച്ചർ ആയിരുന്നെങ്കിൽ ഇവിടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ കുറിച്ച് പറയുന്നു. തേർഡ് പാർട്ടിൽ യൂണിയൻ ജുഡീഷ്യറിയിൽ ഇവിടെ സ്റ്റേറ്റ് ജുഡീഷ്യറിയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ കമ്പയർ ചെയ്ത് പ്രസിഡൻറ്റിനെ പഠിക്കുമ്പോഴത്തേക്കും ഗവർണറിനെ കൂടെ പഠിച്ച് പോവാം. പ്രൈം മിനിസ്റ്ററിനെ പഠിക്കുമ്പോൾ ചീഫ് മിനിസ്റ്റർ കൂടെ നോക്കുക. അതുപോലെ തന്നെ സുപ്രീം കോടതി നോക്കുമ്പോഴത്തേക്കും ഹൈക്കോർട്ടിൻ്റെ ജുറിസ്ഡിക്ഷൻ എന്താണ്, അതുകൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 6 സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുന്നത്. അതായത് ആർട്ടിക്കിൾ 153 മുതൽ 167 വരെയുള്ളതിലാണ് പാർട്ട് 6 സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്സിനെ കുറിച്ച് പറയുന്നത്. അതിൽ ആരൊക്കെ വരും? ഗവർണർ, ചീഫ് മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പിന്നെ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദി സ്റ്റേറ്റ്. നമ്മൾ യൂണിയൻ എക്സിക്യൂട്ടീവ് പറഞ്ഞപ്പോഴത്തേക്കും പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഗവർണർ കഴിഞ്ഞിട്ടൊരു വൈസ് ഗവർണറിൻ്റെ ഓഫീസ് ഇല്ല. ഒരു സ്റ്റേറ്റിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഹെഡായിട്ട് ആക്ട് ചെയ്യുന്നത് ഗവർണറാണ്. പ്രസിഡൻറ്റിനെ പോലെ തന്നെ ഇദ്ദേഹവും ഒരു നോമിനൽ എക്സിക്യൂട്ടീവ് ഹെഡാണ്. റിയൽ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് CM ആയിരിക്കും. സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഇടയ്ക്കുള്ള ഒരു ഏജൻ്റായിട്ടാണ് ഗവർണർ ആക്ട് ചെയ്യുന്നത്. യൂഷ്വലി ഒരു സ്റ്റേറ്റിന് ഒരു ഗവർണർ എന്നുള്ളൊരു പോളിസിയായിരുന്നു ഫോളോ ചെയ്ത് വന്നത്. പക്ഷേ 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വന്നതിന് ശേഷം 2-3 സ്റ്റേറ്റ്സിന് സെയിം ഗവർണറിനെ വെക്കാം എന്നുള്ളൊരു പ്രൊവിഷൻ നിലവിൽ വന്നു. ഇനിയും ഗവർണറിനെ ഒരു ഇലക്ഷൻ വഴി അപ്പോയിൻറ്റ് ചെയ്യുന്നതല്ല. ദ ഗവർണർ ഈസ് നെയ്തർ directly elected by the people nor indirectly elected by a specially constituted electoral college as is the case with the president. പ്രസിഡൻറ്റിൻ്റെ കേസിൽ നമ്മൾ ഇൻഡയറക്റ്റ് ഇലക്ഷൻ വഴിയായിരുന്നു അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. He or she is appointed by the president by warrant under his hand and seal. In a way, he is nominee of the central government. സെൻട്രൽ ഗവൺമെൻറ് നോമിനി ആണെന്ന് പറഞ്ഞാലും ഒരു ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസാണ് ഗവർണറുടെ ഓഫീസ് എന്ന് പറയുന്നത്. ആൻഡ് ഈസ് നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഓർ സബോർഡിനേറ്റ് ടു ദ സെൻട്രൽ ഗവൺമെൻറ്. അതുപോലെ തന്നെ ദ ഓഫീസ് ഓഫ് ദ ഗവർണർ എന്ന് പറയുന്നത് ഈസ് നോട്ട് ആൻ എംപ്ലോയ്മെൻറ്റ് അണ്ടർ ദ സെൻട്രൽ ഗവൺമെൻറ്. ഒരു ഇലക്ഷൻ ഇല്ലാതെ നമ്മുടെ ഗവർണറിനെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇത്തരത്തിലൊരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാൻ കാരണം മെയിനായിട്ടും ചീഫ് മിനിസ്റ്ററിൻ്റെയും പിന്നെ ഗവർണറിൻ്റെ ഇടയ്ക്കുള്ള കോൺഫ്ലിക്ട്സുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഇലക്ട് ചെയ്തിട്ടാണ് ഗവർണറിനെ ചൂസ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു പാർട്ടിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. പക്ഷേ നമുക്ക് CM ഒക്കെ ഒരു പാർട്ടിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന വ്യക്തിയായിട്ടാണ് നമ്മൾ ഇലക്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഗവർണറും കൂടെ അങ്ങനെയാണെങ്കിൽ അത് ഭയങ്കരമായ കോൺഫ്ലിക്റ്റുകൾക്ക് കാരണമാകും. അതുകൊണ്ട് നമുക്കൊരു ന്യൂട്രൽ പേഴ്സണിനെയാണ് നമുക്ക് ഗവർണറായിട്ട് വേണ്ടത്. ഒരു ഇംപാർഷ്യൽ ഹെഡിനെയാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഗവർണറിൻ്റെ ഇലക്ഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റിസ്റ്റ് ടെൻഡൻസി ഉണ്ടാക്കും. അത് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ പ്രസൻറ്റ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാൻ കാരണം ഗവർണർ എന്ന് പറയുന്ന ഒരു നോമിനൽ ഹെഡ് മാത്രമാണ്. അതുകൊണ്ട് ഭയങ്കര ഇലാബറേറ്റ് ആയിട്ടുള്ള ഇലക്ഷൻ പ്രൊസീജിയേഴ്സ് അതിനുവേണ്ടി ചിലവാക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് നടത്തിയിട്ട് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ചിലവാക്കേണ്ട കാര്യമില്ല. പിന്നെ ഇലക്ട് ചെയ്താണ് എടുക്കുന്നതെങ്കിൽ നാച്ചുറലി അദ്ദേഹം ഏതെങ്കിലും പാർട്ടീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. സോ അത് ഒഴിവാക്കാനായിട്ട് നമുക്കൊരു നോമിനൽ ഹെഡായിട്ട് വരുമ്പോൾ അദ്ദേഹം ഒരു ന്യൂട്രൽ പേഴ്സൺ ആവാൻ വേണ്ടിയിട്ടാണ്, ഒരു ഇംപാർഷ്യൽ ഹെഡിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇലക്ഷൻ വഴി അല്ലാതെ നമ്മൾ ഗവർണറിനെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ദ ചീഫ് മിനിസ്റ്റർ വുഡ് ലൈക്ക് ഹിസ് നോമിനി ടു കോണ്ടസ്റ്റ് ഫോർ ദ ഗവർണർഷിപ്പ്. ഹെൻസ് എ സെക്കൻഡ് റേറ്റ് മാൻ ഓഫ് ദ റൂളിംഗ് പാർട്ടി ഈസ് ഇലക്ടഡ് ആസ് ഗവർണർ. അതും അവോയ്ഡ് ചെയ്യണം. Also, the election of governor would create separatist tendencies and thus affect the political stability and unity of the country. ഗവർണറിൻ്റെ ക്വാളിഫിക്കേഷൻസ് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം 2 ക്വാളിഫിക്കേഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. ഒന്ന്, അദ്ദേഹം ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. രണ്ടാമത്, അദ്ദേഹം 35 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കണം. ഇനി ഇത് കൂടാതെ 2 കൺവെൻഷൻസ് കൂടെ ഓവർ ദി ഇയേഴ്സ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിലൊന്നാമെന്ന് പറയുന്നത് ഗവർണറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ പ്രസിഡൻറ്റ് ചീഫ് മിനിസ്റ്ററിനെ കൺസൾട്ട് ചെയ്തിരിക്കണം. അത് സ്മൂത്ത് വർക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഇൻ ദ സ്റ്റേറ്റ് ഈസ് എൻഷ്യൂർഡ്. പിന്നെയെന്ന് പറയുന്നത് ഒരു ഇംപാർഷ്യൽ ഹെഡ് ആയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ ഒരു ഗവർണറിനെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിലുള്ള ആളായിരിക്കാൻ പാടില്ല, ഔട്ട്സൈഡർ ആയിരിക്കണം. He or she should not belong to the state where he or she is appointed, so that he is free from local politics. നമ്മുടെ കേരളത്തിലെ ഗവർണർ ഇപ്പോൾ നിലവിൽ ആരിഫ് മുഹമ്മദ് ഖാനാണ്. അദ്ദേഹം മലയാളിയല്ല. പിന്നെ ഗോവയുടെ ഗവർണറായിട്ട് ഇപ്പോൾ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് PS ശ്രീധരൻ പിള്ളയാണ്. അപ്പോൾ ഒരു ഔട്ട്സൈഡറിനെ ആയിരിക്കണം ഗവർണറായിട്ട് ഒരു സ്റ്റേറ്റിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത്.
അതുപോലെ ഗവർണറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ പ്രസിഡൻറ്റ് ചീഫ് മിനിസ്റ്ററിനെ കൺസൾട്ട് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ഈ രണ്ട് കൺവെൻഷൻസും കോൺസ്റ്റിറ്റ്യൂഷനലി പ്രൊവൈഡഡ് അല്ല, നമ്മൾ കുറച്ചായിട്ട് പക്ഷേ ഫോളോ ചെയ്ത് വരുന്നതാണ്. നെക്സ്റ്റ്, കണ്ടീഷൻസ് ഓഫ് ഗവർണേഴ്സ് ഓഫീസ്. ഹി ഷുഡ് നോട്ട് ബി എ മെമ്പർ ഓഫ് എയ്തർ ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ് or a house of the state legislature. He should not hold any other office of profit. അപ്പോൾ പാർലമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെയോ മെമ്പർ ആയിരിക്കാൻ പാടില്ല. അതുപോലെ ഹി ഷുഡ് നോട്ട് ഹോൾഡ് എനി അതർ ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസിൽ താമസിക്കാനായിട്ട് അദ്ദേഹത്തിന് റെൻറ്റ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി പാർലമെൻറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന എമോൾമെൻറ്റ്സ് ആയാലും അലവൻസസ് ആയാലും പ്രിവിലേജസ് ആയാലും അദ്ദേഹത്തിന് ടൈം ടു ടൈം കിട്ടിക്കൊണ്ടിരിക്കും. ഇനിയും ഒരു ഗവർണറിനെ 2-3 സ്റ്റേറ്റിൻ്റെ ഗവർണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു എന്ന് വെച്ചു. അപ്പം ഇദ്ദേഹത്തിന് അലവൻസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണോ സ്റ്റേറ്റ്സ് അവർ ഷെയർ ചെയ്തിട്ടാണ്. എത്രയാണ് ഷെയർ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. ഇനിയും ഗവർണറുടെ ടേം ഓഫ് ഓഫീസ് എത്ര നാളത്തേക്കാണോ അത്രയും നാൾ അദ്ദേഹത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊന്നും തന്നെ ഡിമിനിഷ് ചെയ്ത് കളയാൻ പാടില്ല. ഗവർണറിൻ്റെ ഓത്ത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഏതൊരു സ്റ്റേറ്റാണോ ആ സ്റ്റേറ്റിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ഇനിയും ആ സ്റ്റേറ്റിൻ്റെ ഹൈക്കോർട്ടിൽ ചീഫ് ജസ്റ്റിസ് അവൈലബിൾ അല്ലെങ്കിൽ ആ കോർട്ടിലെ സീനിയർ മോസ്റ്റ് ജഡ്ജ് ആരോ അദ്ദേഹമായിരിക്കും ഓത്ത് അഡ്മിനിസ്റ്റർ ചെയ്യുക. ടേം ഓഫ് ഓഫീസ് നോക്കുകയാണെങ്കിൽ 5 years ആണ്. ഹൗഎവർ ദിസ് ടേം ഓഫ് 5 years is subject to the pleasure of the president. Further, he can resign at any time by addressing a resignation letter to the president. നെക്സ്റ്റ്, ഗവർണറിൻ്റെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് നോക്കുമ്പോൾ നമുക്കത് 4 രീതിയിൽ പറയാം. ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ, അതുകൂടാതെ ഫിനാൻഷ്യൽ പവേഴ്സും ഗവർണറിനുണ്ട്. ഫസ്റ്റ് നമുക്ക് എക്സിക്യൂട്ടീവ് പവേഴ്സ് നോക്കാം. ഒരു സ്റ്റേറ്റിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കിട്ടുന്ന പവേഴ്സ് എന്തൊക്കെയാണ്? ഓൾ എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് എ സ്റ്റേറ്റ് ആർ ഫോർമലി ടേക്കൺ ഇൻ ഹിസ് നെയിം. ഇനിയും ഗവർണറാണ് ചീഫ് മിനിസ്റ്ററിനെയും മറ്റ് മിനിസ്റ്റേഴ്സിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതായത് പ്രസിഡൻറ്റ് PM-നെയും മറ്റ് മിനിസ്റ്റേഴ്സിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ ഗവർണറാണ് ഒരു സ്റ്റേറ്റിൻ്റെ കേസിൽ എക്സിക്യൂട്ടീവ് പവറിൽ മെയിനായിട്ട് നിൽക്കുന്നത്. CM-നെ അപ്പോയിൻറ്റ് ചെയ്യും, മറ്റ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും, അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദ സ്റ്റേറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യും, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ ആൻഡ് മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. സ്റ്റേറ്റ് PSCയുടെ ചെയർമാൻ ആൻഡ് മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്, പക്ഷേ റിമൂവ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. ഇനിയും സ്റ്റേറ്റിലൊരു പ്രസിഡൻസ് റൂൾ വേണം എന്നുള്ളതിനെക്കുറിച്ച് പ്രസിഡൻറ്റിനോട് റെക്കമെൻഡ് ചെയ്യുന്നത് ഗവർണറാണ്. റെക്കമെൻഡ് ഇമ്പോസിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി ഇൻ എ സ്റ്റേറ്റ് ടു ദ പ്രസിഡൻറ്റ്. ഹി ആക്ട്സ് ആസ് എ ചാൻസലർ ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ഇൻ ദ സ്റ്റേറ്റ്. ഹി ഓൾസോ അപ്പോയിൻറ്റ്സ് വൈസ് ചാൻസലേഴ്സ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ഇൻ ദ സ്റ്റേറ്റ്. നെക്സ്റ്റ്, അദ്ദേഹത്തിൻ്റെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് നോക്കാം. യൂണിയൻ ലെജിസ്ലേറ്ററിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടായിട്ട് നമുക്ക് പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ നമുക്ക് ഗവർണർ ഉണ്ട്. ഗവർണർ ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. He summons or prorogues the state legislature and dissolves the state legislative assembly. ഇനിയും ഓരോ ഫസ്റ്റ് സെഷനും അഡ്രസ്സ് ചെയ്യുന്നത് ഗവർണറായിരിക്കും. അത് ജനറൽ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള സെഷൻ ആയാലും ഓരോ വർഷം തുടങ്ങുമ്പോഴുള്ള ആദ്യത്തെ സെഷൻ ആയാലും അഡ്രസ്സ് ചെയ്യുന്നത് ഗവർണറായിരിക്കും. പ്രസിഡൻറ്റ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് പോലെ ഗവർണർ ഇവിടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് 1/6 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രം എമംഗ്സ്റ്റ് ദ പേഴ്സൺസ് ഹാവിംഗ് സ്പെഷ്യൽ നോളജ് ഓർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ ലിറ്ററേച്ചർ, സയൻസ്, ആർട്ട്, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആൻഡ് സോഷ്യൽ സർവീസ്. അതുപോലെ അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഗവർണറാണ്. ഇനിയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ഒരു ബില്ല് പാസ് ചെയ്തിട്ട് ഗവർണറിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ അസൻറ്റിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 3-4 ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, അദ്ദേഹത്തിന് ഒന്നുകിൽ ആ ബില്ലിന് അസൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ അസൻറ്റ് വിത്ത്ഹോൾഡ് ചെയ്ത് വെക്കാം. പിന്നെ മണി ബിൽ ഒഴികെയുള്ള ഏതൊരു ബില്ലായാലും റിട്ടേൺ ചെയ്യാൻ പറ്റും. അതായത് സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിനെ ഒന്നും കൂടെ റീകൺസിഡർ ചെയ്യാനായിട്ട് ബില്ലിനെ റിട്ടേൺ ചെയ്ത് വിടും. പക്ഷേ മണി ബില്ലിന് മാത്രമേ ഈ പ്രൊവിഷൻ പറ്റില്ല. ഇനിയും റീകൺസിഡർ ചെയ്തിട്ട് അവർ പിന്നെയും അമെൻമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ പിന്നെയും പാസ്സാക്കിയിട്ട് അസൻറ്റിന് വേണ്ടിയിട്ട് ഗവർണറിൻ്റെ അടുത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ടൈമിൽ ഗവർണറിന് അസൻറ്റ് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെയെന്ന് പറയുന്നത് പ്രസിഡൻറ്റിൻ്റെ കൺസിഡറേഷന് വേണ്ടി ബില്ല് റിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. സോ ഒരു ബില്ല് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കിയിട്ട് ഗവർണറുടെ അടുത്തേക്ക് അസൻറ്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഒന്നുകിൽ അസൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ അസൻറ്റ് വിത്ത്ഹോൾഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ റീകൺസിഡർ ചെയ്യാനായിട്ട് മണി ബിൽ ഒഴികെയുള്ള ബില്ലുകളെ റിട്ടേൺ ചെയ്യാം. പക്ഷേ ആ ടൈമിൽ അവർ അമെൻമെൻറ്റ്സ് ഒന്നും ഇല്ലാതെയാണ് പിന്നെയും തിരിച്ച് ഗവർണറുടെ അടുത്തേക്ക് ആ ബില്ല് കൊടുക്കുന്നതെങ്കിൽ, അസൻറ്റിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ ടൈമിൽ ഗവർണറിന് അസൻറ്റ് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ അതും കഴിഞ്ഞുള്ള ഓപ്ഷനാണ്, ഇതും കൂടാതെയുള്ളൊരു ഓപ്ഷനാണ് പ്രസിഡൻറ്റിന്
പ്രസിഡൻറ്റിൻ്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് ഈ ബില്ല് റിസർവ് ചെയ്ത് വെക്കാം. ഇനിയും ഗവർണറിൻ്റെ ഫിനാൻഷ്യൽ പവേഴ്സ് നോക്കാം. സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിന് മുൻപാകെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് സ്റ്റേറ്റിൻ്റെ ബഡ്ജറ്റ് വെക്കുന്നത് ഗവർണറാണ്. നമ്മൾ മുൻപ് പറഞ്ഞു മണി ബിൽ ഒഴികെയുള്ള ബില്ല് റീകൺസിഡറേഷന് വേണ്ടിയിട്ട് തിരിച്ചയക്കാമെന്ന് പറഞ്ഞു ഗവർണറിന്. പക്ഷേ മണി ബിൽ എന്തുകൊണ്ടാണ് തിരിച്ചയക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ, ആദ്യമേ ഇദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ കിട്ടിയിട്ട് മാത്രമേ സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിൽ ഇത് അവതരിപ്പിക്കത്തുള്ളൂ. മണി ബിൽസ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഓൺലി വിത്ത് ഹിസ് പ്രയർ റെക്കമെൻഡേഷൻ. അപ്പോൾ ഫിനാൻഷ്യൽ പവർ പറയുമ്പോൾ നമുക്ക് പറയാം മണി ബിൽസ് അവതരിപ്പിക്കണമെങ്കിൽ ഗവർണറിൻ്റെ പ്രയർ റെക്കമെൻഡേഷൻ ആവശ്യമാണ്. നോ ഡിമാൻഡ് ഫോർ എ ഗ്രാൻഡ് ക്യാൻ ബി മെയ്ഡ് എക്സെപ്റ്റ് ഓൺ ഹിസ് റെക്കമെൻഡേഷൻ. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഫണ്ട്സ് ഉണ്ട്. കണ്ടിജൻസി ഫണ്ടും ഉണ്ട്, കൺസോളിഡേറ്റഡ് ഫണ്ടും ഉണ്ട്. അത് സെൻറ്ററിനും ഉണ്ട്, സ്റ്റേറ്റിനും ഉണ്ട്. അപ്പം കണ്ടിജൻസി ഫണ്ട് മെയിനായിട്ടും വെക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അൺഫോഴ്സിൻ എക്സ്പെൻഡിച്ചർ, ഒരു അൺഫോഴ്സിൻ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അതിൻ്റെ എക്സ്പെൻഡിച്ചർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എക്സ്പെൻസസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടിജൻസി ഫണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഗവർണർ ക്യാൻ മേക്ക് അഡ്വാൻസസ് ഔട്ട് ഓഫ് ദ കണ്ടിജൻസി ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ് ടു മീറ്റ് എനി അൺഫോഴ്സിൻ എക്സ്പെൻഡിച്ചർ. ഇനിയും ഫിനാൻസ് കമ്മീഷൻ കേസ് എടുക്കുമ്പോൾ അത് സെൻട്രലിലും ഉണ്ട്, സ്റ്റേറ്റിലും ഉണ്ട്. സ്റ്റേറ്റിലെ ഫിനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഗവർണറാണ്. ഹി കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ ഫിനാൻസ് കമ്മീഷൻ ആഫ്റ്റർ എവറി 5 years ടു റിവ്യൂ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ പഞ്ചായത്ത്സ് ആൻഡ് ദ മുനിസിപ്പാലിറ്റീസ്. ഇനി ഗവർണറുടെ ജുഡീഷ്യൽ പവേഴ്സ് നോക്കാം. പ്രസിഡൻറ്റിന് പാർഡനിങ് പവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഗവർണറിനും പാർഡനിങ് പവേഴ്സ് ഉണ്ട്. പക്ഷേ ഡിഫറൻസ് എന്ന് വെച്ചാൽ പ്രസിഡൻറ്റിന് ഡെത്ത് സെൻറ്റൻസിന് പാർഡൻ ചെയ്ത് വിടാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നു, പവർ ഉണ്ടായിരുന്നു. പക്ഷേ ഗവർണറിന് ഡെത്ത് സെൻറ്റൻസ് പാർഡൻ ചെയ്യാൻ പറ്റില്ല. ആർട്ടിക്കിൾ 161 പ്രകാരമാണ് ഇത്തരത്തിൽ ഒരു പാർഡനിങ് പവർ ഗവർണറിന് കിട്ടുന്നത്. പ്രസിഡൻറ്റിൻ്റെ പാർഡനിങ് പവറിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 72 ആയിരുന്നു. പിന്നെ പ്രസിഡൻറ്റിൻ്റെ പാർഡനിങ് പവർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ വൈഡറാണ്. കാരണം ഡെത്ത് സെൻറ്റൻസ് പാർഡൻ ചെയ്യാൻ പറ്റും, കോർട്ട് മാർഷലും പാർഡൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഗവർണറിന് ഇത് രണ്ടും പറ്റില്ല. ബാക്കി ജുഡീഷ്യൽ പവർ നോക്കുമ്പോഴത്തേക്കും ഒരു സ്റ്റേറ്റ് ഹൈക്കോർട്ടിലെ ജഡ്ജസിനെയൊക്കെ പ്രസിഡന്റ് അപ്പോയിൻറ്റ് ചെയ്യുമ്പം ഗവർണറിനെ നോർമലി കൺസൾട്ട് ചെയ്യാറുണ്ട്. He makes appointments, postings and promotions of the district judges in consultation with the state high court. നെയിം സ്റ്റേറ്റ് PACയുടെയും അതുപോലെ സ്റ്റേറ്റ് ഹൈക്കോർട്ടിനെയും കൺസൾട്ട് ചെയ്തിട്ട് മറ്റ് ജുഡീഷ്യൽ സർവീസിലേക്കൊക്കെയുള്ള ആളുകളെ മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും ഗവർണറാണ്. ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഈസ് കൺഫേർഡ് വിത്ത് പവർ ടു ആക്ട് അറ്റ് ഹിസ് ഓൺ ഡിസ്ക്രിപ്ഷൻ. അത് നമുക്ക് 2 രീതിയിൽ പറയാം. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിപ്ഷനും ഉണ്ട്, പിന്നെ സിറ്റുവേഷണൽ ഡിസ്ക്രിപ്ഷനും ഉണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലി പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ വേറെ ആരെയും കൺസൾട്ട് ചെയ്യാതെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും സ്വന്തം ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനുള്ള പവർ ഗവർണറിനുണ്ട്. ഒരു ബില്ല് റിസർവ് ചെയ്ത് വെക്കണോ വേണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിന് സ്വയം തീരുമാനിക്കാവുന്ന കാര്യമാണ്. അതിന് മറ്റാരെയും കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു സ്റ്റേറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി തകരാറിലാണെന്ന് തോന്നുന്ന അവസ്ഥയിൽ അത്തരത്തിലുള്ള പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ പ്രസിഡൻറ്റ്സ് റൂൾ ഇമ്പോസ് ചെയ്യാനായിട്ട് പ്രസിഡൻറ്റിനോട് റെക്കമെൻഡ് ചെയ്യാനും അദ്ദേഹത്തിന് പറ്റും. ഇനിയും ഒരു സ്റ്റേറ്റ് ഗവർണറിനെ തന്നെ ഏതെങ്കിലും ഒരു യൂണിയൻ ടെറിട്ടറിയുടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആക്കിയെന്ന് വെച്ചോ. അങ്ങനെ ഒരു അഡീഷണൽ ചാർജ് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻസ് എക്സർസൈസ് ചെയ്യാനായിട്ട് ഗവർണറിന് പറ്റും. നെക്സ്റ്റ്, ട്രൈബൽ ഏരിയാസ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന കേസിൽ നമുക്കൊരു 6th ഷെഡ്യൂൾ ഉണ്ട്. ഇതിൽ മെയിനായിട്ട് 4 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആസാം, ത്രിപുര, മിസോറാം ആൻഡ് മേഘാലയ. അപ്പോൾ ഈ 6th ഷെഡ്യൂളിൽ ഈ ഏരിയാസ് എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് അതോറിറ്റിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗവർണറാണ്. ആൻഡ് ഈ 6th ഷെഡ്യൂൾ പ്രകാരം അവിടെയുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് അത്യാവശ്യം ഓട്ടോണമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ട്രൈബൽ കൾച്ചേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഈ ADCs, അതായത് ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽസ് എന്ന് പറയുന്നത് ഒരു മിനി സ്റ്റേറ്റ് പോലെ ആക്ട് ചെയ്യും. ആൻഡ് ഈ ഏരിയാസിലെ ഗവേണൻസിൻ്റെ മെയിൻ കൺട്രോൾ എന്ന് പറയുന്നത് ഈ കൗൺസിൽസിനായിരിക്കും. ആൻഡ് ഈ കൗൺസിൽ തന്നെയാണ് ആ ഒരു ഏരിയയിൽ, അവരുടെ ജുറിസ്ഡിക്ഷൻ വരുന്ന ഏരിയയിൽ അവിടുത്തെ ലാൻഡിൻ്റെ ആയാലും ഫോറസ്റ്റ് ആയാലും കൾട്ടിവേഷൻ, ഇൻഹെറിറ്റൻസ് പോലെയുള്ള കാര്യങ്ങളിൽ, പിന്നെ ട്രൈബൽസിൻ്റെ ട്രഡീഷൻസിൻ്റെ കേസായാലും ഇതിലൊക്കെ ലോസ് ഉണ്ടാക്കുന്നതും ഈ ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ADCക്ക് വേണ്ടുന്ന എന്തെങ്കിലും എമൗണ്ട് പേയബിൾ ഉണ്ടെങ്കിൽ അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഗവർണർ ആയിരിക്കും. പിന്നെ ഗവർണറിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്കഷൻ പറയുമ്പം ഹി സീക്സ് ഇൻഫർമേഷൻ ഫ്രം ചീഫ് മിനിസ്റ്റർ. ഒരു സ്റ്റേറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് മാറ്റേഴ്സിലായാലും അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിലായാലുമുള്ള ഇൻഫർമേഷൻ CML നിന്ന് കളക്ട് ചെയ്യാനായിട്ട് ഗവർണറിന് പറ്റും. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിപ്ഷനാണ്. ഒന്നുകൂടെ പറയാം, പ്രസിഡൻറ്റിൻ്റെ മിക്ക കാര്യങ്ങൾ ചെയ്യുമ്പോഴും കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഗവർണറിന് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ കിട്ടുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണമെന്ന ഡിസിഷൻ എടുക്കാനുള്ള ഫ്രീഡമുണ്ട്.
അത്തരത്തിൽ അദ്ദേഹത്തിന് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിപ്ഷനും ഉണ്ട്, സിറ്റുവേഷണൽ ഡിസ്ക്രിപ്ഷനും ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ പറയുമ്പോൾ ആദ്യം റിസർവേഷൻ ഓഫ് എ ബിൽ ഫോർ ദ കൺസിഡറേഷൻ ഓഫ് ദ പ്രസിഡന്റ്, പിന്നെ റെക്കമെൻഡേഷൻ ഫോർ ദ ഇമ്പോസിഷൻ ഓഫ് പ്രസിഡൻസ് റൂൾ ഇൻ ദ സ്റ്റേറ്റ്. നെക്സ്റ്റ്, വൈൽ എക്സസൈസിങ് ഹിസ് ഫങ്ഷൻസ് ആസ് ദ അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ആൻ അഡ്ജോയിനിങ് യൂണിയൻ ടെറിട്ടറി ഇൻ കേസ് ഓഫ് അഡീഷണൽ ചാർജ്. Next, determining the amount payable by the government of Assam, Meghalaya, Tripura and Mizoram to an autonomous tribal district council as royalty accruing from licenses for mineral exploration. Next, seeking information from the CM with regard to the administrative and legislative matters of the state. ഇനിയും ഗവർണറിൻ്റെയും പ്രസിഡൻറ്റിൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻസിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അത് മെയിനായിട്ടും സ്വന്തം ഡിസ്ക്രിപ്ഷനിൽ ആക്ട് ചെയ്യാനായിട്ട് ഗവർണറിന് പറ്റും, പക്ഷേ പ്രസിഡൻറ്റിന് അങ്ങനെ പറ്റില്ല. അതുപോലെ തന്നെ മിനിസ്റ്റീരിയൽ അഡ്വൈസസ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന അഡ്വൈസസ് പ്രസിഡൻറ്റിന് ബൈൻഡിങ് ആണ്, പക്ഷേ ഗവർണറിന് അങ്ങനെ ചെയ്യണമെന്നില്ല. സോ രണ്ട് കാര്യത്തിലാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഗവർണറിൻ്റെയും പ്രസിഡൻറ്റിനും തമ്മിൽ ഡിഫറൻസ് വരുന്നത്. While the Constitution envisages the possibility of the governor acting at times in his discretion, no such possibility has been envisaged for the president. Next, after the 42nd Constitution Amendment 1976, ministerial advice has been made binding on the president, but no such provision has been made with respect to the governor. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നല്ല ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇഫ് എനി ക്വസ്റ്റ്യൻ അറൈസസ് വെദർ എ മാറ്റർ ഫോൾസ് വിത്തിൻ ദ ഗവർണേഴ്സ് ഡിസ്ക്രിപ്ഷൻ ഓർ നോട്ട്, ദ ഡിസിഷൻ ഓഫ് ദ ഗവർണർ ഈസ് ഫൈനൽ and the validity of anything done by him cannot be called in question on the ground that he ought or ought not to have acted in his discretion. ഇനി ഗവർണറിനുള്ള അടുത്ത ഡിസ്ക്രിപ്ഷൻ സിറ്റുവേഷണൽ ഡിസ്ക്രിപ്ഷൻ. അത് ശരിക്കും സിറ്റുവേഷനെ ഡീൽ ചെയ്യാനായിട്ട്, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്താണോ അവിടെ ഒരു സ്റ്റേറ്റിൽ പ്രിവെയിൽ ചെയ്ത് നിൽക്കുന്നത് അതിനെ ഒന്ന് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ശരിക്കും ഈ സിറ്റുവേഷൻ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രൊവൈഡഡ് അല്ല, ഹിഡൻ ഡിസ്ക്രിപ്ഷൻ ആണ് ഇൻ ഓർഡർ ടു ഹാൻഡിൽ ദ പ്രിവെയിലിംഗ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ. അതിൽ ഫസ്റ്റ് വൺ, അപ്പോയിൻമെൻറ്റ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ വെൻ നോ പാർട്ടി ഹാസ് എ ക്ലിയർ കട്ട് മെജോറിറ്റി ഇൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി or when the CM in office dies suddenly and there is no obvious successor. ഇപ്പോൾ ഒരു പാർട്ടിക്കും ക്ലിയർ കട്ട് മെജോറിറ്റി ഇല്ലാത്ത അവസ്ഥയിൽ ഒരു CM അപ്പോയിൻറ്റ് ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും CM എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഒബ്വിയസ് സക്സസർ ഒന്നും തന്നെ നിലവിൽ ചൂസ് ചെയ്തിട്ടില്ല, അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു CM അപ്പോയിൻറ്റ് ചെയ്യാനും ആ സിറ്റുവേഷനിൽ അപ്പോയിൻറ്റ് ചെയ്യാനും ഗവർണർക്ക് പറ്റും. ഇതെന്തിനാണ്? പൊളിറ്റിക്കൽ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നെക്സ്റ്റ്, ഡിസ്മിസൽ ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് when it cannot prove the confidence of the state legislative assembly. നോ കോൺഫിഡൻസ് മോഷനിൽ ഫെയിൽ ആകുകയാണെന്നുണ്ടെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് അവരുടെ കോൺഫിഡൻസ് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ എൻറ്റയർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെയും ഡിസ്മിസ് ചെയ്യാനും ഗവർണർക്ക് പറ്റും. ഇനി കോൺഫിഡൻസ് പ്രൂവ് ചെയ്തില്ലെങ്കിൽ മാത്രമല്ല, മെജോറിറ്റി കിട്ടിയിട്ടില്ല എങ്കിൽ ഡിസൊല്യൂഷൻ ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് മെജോറിറ്റി. സോ ഇത് മൂന്നും പറഞ്ഞാൽ പൊളിറ്റിക്കലി നിൽക്കുന്ന പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് ഗവർണർക്ക് സിറ്റുവേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൂടെ കിട്ടിയിരിക്കുന്നത്.